ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ ആറ്റുകാൽ പൊങ്കാലയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മിൽമയുടെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഈ പ്രദേശത്തെ ആൾക്കാരോട് നമുക്ക് ഇന്നത്തെ അനുഭവങ്ങളും ആറ്റുകാൽ പൊങ്കാല വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ആറ്റുകാലമ്മയ്ക്ക് പ്രണാമം. അമ്മേ ശരണം, ദേവി ശരണം. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം നാടെന്നും ആചരിക്കുന്നതിന്റെ ഭാഗമായി മിൽമ തിരുവനന്തപുരം ഡയറിയിലെ ജീവനക്കാരും ഇത് ആചരിക്കുകയാണ്. കാരണം ഏകദേശം 10 വർഷക്കാലമായി ഈ മിൽമ ഡയറിയുടെ നടയിൽ കൂടി പൊങ്കാല തുടങ്ങിയിട്ട്. കാരണം ഈ മിൽമ ഡയറിയുടെ നടയിൽ പൊങ്കാല തുടങ്ങുന്ന സന്ദർഭത്തിൽ മിൽമ ജീവനക്കാരായ എല്ലാ ജീവനക്കാരും ചേർന്ന് എന്തെങ്കിലും ഈ പൊങ്കാല ഇടുന്നവർക്ക് നമുക്ക് നമ്മുടേതായ എന്തെങ്കിലും നൽകണമെന്ന് തോന്നി ആദ്യം നമ്മൾ ഇവിടെ നൽകിയത് മിൽമ ജീവനക്കാരുടെ വകയായുള്ള സംഭാരമാണ് വിതരണം ചെയ്തത്. സംഭാര വിതരണത്തോടൊപ്പം തന്നെ നമ്മൾ സിപ്പപ്പ് വിതരണം നൽകുകയുണ്ടായി. അടുത്ത പ്രാവശ്യമായപ്പോൾ ഇത് രണ്ടും അല്ല, കുറെ കൂടി ജീവനക്കാരുടെ വക എന്തെങ്കിലും കൂടുതൽ സംഭാവന നൽകണം, വരുന്ന ഭക്തജനങ്ങളെ കൂടുതൽ ഇവിടെ ഈ സ്ഥലത്ത് ശ്രദ്ധ ആകർഷിക്കുന്നതിന് വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യണമെന്നുള്ള ഒരു തീരുമാനമെടുക്കുകയും എന്തുമായി പ്രഭാത ഭക്ഷണം വരുന്ന ഭക്തജനങ്ങൾക്ക് രാവിലെയുള്ള പ്രഭാത ഭക്ഷണം കഴിഞ്ഞു കഴിഞ്ഞാൽ പൊങ്കാല തുടങ്ങി പൊങ്കാല ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ചൂട് സമയത്ത് ഭക്തജനങ്ങൾക്ക് സംഭാരം ജീവനക്കാരുടെ സംഭാരം വിതരണം നടക്കും. അത് കഴിഞ്ഞാൽ മിൽമ ഉൽപ്പന്നങ്ങളായ ഐസ്ക്രീം, ചോക്കോബാർ, മാംഗോ ബാർ, മിൽമ ഉൽപ്പന്നങ്ങളെല്ലാം നമ്മൾ ഇവിടെ നിന്ന് വിതരണം നൽകുന്നുണ്ട്. കാരണം മിൽമ കേരളം കടകം തുടർന്ന നന്മയായി മാറ്റിയത് ഈ നാട്ടിലെ ഭക്തജനങ്ങളാണ്, അല്ലെങ്കിൽ ഈ കേരളത്തിലുള്ള പൊതുസമൂഹമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു പുണ്യപ്രവൃത്തി ചെയ്യുന്നതിന് വേണ്ടി ജീവനക്കാരെല്ലാവരും ഒത്തൊരുമയോടുകൂടി ഇത് ചെയ്യുന്നത്. ഈ പരിപാടി വിജയിപ്പിക്കുന്നതിനായി സഹകരിച്ച എല്ലാ ഭക്തജനങ്ങൾക്കും ജീവനക്കാർക്കും മിൽമ ജീവനക്കാരുടെ പേരിലുള്ള നന്ദി ഈ അവസരത്തിൽ
അറിയിച്ചുകൊണ്ട് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ശ്രീ മധുസൂദനൻ നായർ, ശ്രീ ബിനു, ശ്രീ രാജേന്ദ്രൻ, ശ്രീ പ്രതാപ് കുമാർ എന്ന് വേണ്ട എല്ലാ ജീവനക്കാരും, ദിലീപ്, അഭിലാഷ്, സുനിൽ കുമാർ, എല്ലാവരും ഇതുമായി സഹകരിച്ച് ഇതിന് മുൻപന്തിയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന രാപ്പകലില്ലാതെ ഓടി നടന്ന് ഇതിന്റെ പ്രവർത്തനം വിജയിപ്പിക്കുന്നതിന് വേണ്ടി സഹകരിക്കുന്ന എല്ലാ തൊഴിലാളി സുഹൃത്തുക്കൾക്കും ഈ അവസരത്തിൽ അവർക്ക് അവരുടെ കുടുംബത്തിന് ഉൾപ്പെടെ എല്ലാവിധ ഐശ്വര്യങ്ങളും ദേവിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി, ശരണം, ദേവി ശരണം. എത്ര കാലമായി? 55 വർഷമായി ഇടാൻ പറയുന്നത്. നല്ല അനുഭവമാണ്. അമ്മ നല്ല വിശ്വാസമാണ്. ഞങ്ങൾ കോട്ടയത്ത് നിന്ന് വരുന്ന ആൾക്കാരാണ്. എല്ലാ വർഷവും ഈ സ്ഥലത്ത് തന്നെയാണ്? അതെ, ഇപ്പൊ 2 വർഷമായിട്ട് ഇവിടെ തന്നെ സ്ഥിരം. നമ്മളെ മിൽമയില് എന്താണ് ഇവിടുത്തെ ആൾക്കാർക്ക് സഹായങ്ങൾ? മിൽമയില് ഇവിടുത്തെ നല്ല ഇതാണ് അവരുടെ പെരുമാറ്റ രീതികളും നല്ല ഇതാണ്. ഞങ്ങൾക്ക് ഭക്ഷണം തന്നു ഇവിടെ ഞങ്ങൾ കഴിച്ചു. നല്ല സന്തോഷം തന്നെ. എല്ലാവരുടെ നല്ല പാലഞ്ചേസിന്റെ നല്ല പെരുമാറ്റങ്ങളാണ്. അമ്മ എത്ര കാലമായി ഇവിടെ പൊങ്കാലിടുന്നു? എത്ര കാലമായി? 40 വർഷമായി. എന്താണ് അനുഭവങ്ങള്? നല്ല അനുഭവം തന്നെ. അമ്മയുടെ നല്ല അനുഭവമുണ്ട്. എന്താണ് എല്ലാ വർഷവും ഈ സ്ഥലത്ത് തന്നെയാണ്? എല്ലാ വർഷവും ഈ സ്ഥലത്ത് തന്നെയാണ്? ഇപ്പൊ 4 വർഷം കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ. അല്ലെങ്കിൽ അങ്ങ് അമ്മയുടെ മതയുടെ ആയിരുന്നു. ഞങ്ങളിവിടെ ഒക്കെ തന്നെ. ഇപ്പൊ എങ്ങനെ ഈ മിൽമ ജീവനക്കാരൊക്കെ പിന്നെ നിങ്ങൾക്ക് നല്ല സഹകരണമൊക്കെ ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കിട്ടിയായിരുന്നു ഇവിടെ നിന്ന്? രാവിലെ കിട്ടി. ഡൽഹി സാമ്പാറൊക്കെ കിട്ടി. ശരി ഞങ്ങളെ opportunity to share with me to share about experience this moment, and we are just very grateful for being here. And this is my first time. First time here. So yeah. Thank you. അമ്മയുടെ തേന്മധുരം മിൽമയിലൂടെ മിൽമ ജീവനക്കാർ നൽകി വരുന്ന പ്രഭാത ഭക്ഷണം കഴിയുകയുണ്ടായി. അതിനുശേഷം മിൽമ ഐസ്ക്രീം നൽകുന്നതിനുള്ള തിരക്കിലാണ് ജീവനക്കാർ. മിൽമ എന്ന മഹാപ്രസ്ഥാനത്തിൽ പണിയെടുക്കുന്ന ജീവനക്കാർ ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച്
മിൽമ ഉൽപ്പന്നങ്ങൾ, മിൽമ ഡയറി പരിസരത്ത് പൊങ്കാല അർപ്പിക്കാൻ വരുന്ന ഭക്തജനങ്ങൾക്ക് ഫ്രീയായി നൽകുന്നതിന് വേണ്ടി ജീവനക്കാരിൽ നിന്നും ചെറിയ സംഭാവനകൾ സ്വരൂപിച്ചുകൊണ്ടാണ് ഈ പുണ്യപ്രവൃത്തി ചെയ്യുന്നത്. ഈ ഡയറി നിറയിൽ നടക്കുന്ന പൊങ്കാലയിൽ റെസിഡൻസ് അസോസിയേഷൻ, മറ്റ് സന്നദ്ധ സംഘടനകളെല്ലാം ഈ പരിപാടിയുമായി സഹകരിക്കുന്നുണ്ട്. പല സന്നദ്ധ സംഘടനയുടെ പേരിലും പല പല ഭക്ഷണപ്പൊതികൾ ഇവിടെ വിതരണം നടത്തുന്നുണ്ട്. അതിന്റെ ഗുണവും രുചിയും മനസ്സിലാക്കിയ ഭക്തജനങ്ങൾ ഈ ഉൽപ്പന്നങ്ങൾ പല സ്റ്റോറുകളിലും പോയി വാങ്ങി യഥേഷ്ടം അവർ ഉപയോഗിക്കാറുണ്ട്. എല്ലാ വർഷവും സ്ഥിരമായി ഈ മിൽമ നിറയിൽ പൊങ്കാലയിടാൻ വരുന്ന ഭക്തജനങ്ങൾ മിൽമ ഉൽപ്പന്നങ്ങളുടെ ഗുണഗണങ്ങൾ പല ആൾക്കാരോടും പറഞ്ഞ്, തൊട്ടടുത്തുള്ള പൊങ്കാലയിടാൻ വരുന്ന ആൾക്കാരോടെല്ലാം പറഞ്ഞ് ഇവിടെ നൽകുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് പല ആൾക്കാരെയും ഈ ഡയറി പരിസരത്ത് പൊങ്കാലയിടുന്നതിന് വേണ്ടി പ്രേരിപ്പിച്ച് കൊണ്ടുവരാനുള്ള സമീപനമാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇനിയും വരും ദിവസങ്ങളിൽ കൂടുതൽ പിന്നെ ഭക്തജനങ്ങൾക്ക് കൂടുതൽ മിൽമ ഉൽപ്പന്നങ്ങൾ നൽകിക്കൊണ്ട് ഇവിടെ പൊങ്കാലയിടാൻ വരുന്ന ആൾക്കാർ സ്ഥിരമായി വരുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുവാൻ ഈ കമ്മിറ്റി തയ്യാറാവും. ഈ കമ്മിറ്റിയിൽ സജീവമായി നിന്ന് ഈ പരിപാടി വിജയിപ്പിക്കുന്ന എന്നുള്ള എല്ലാ ജീവനക്കാർക്കും, ഇത് സഹകരിച്ച എല്ലാ ഭക്തജനങ്ങൾക്കും മിൽമ ജീവനക്കാരുടെ അറിയിച്ചുകൊള്ളുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ജീവനക്കാർക്കും ഭക്തജനങ്ങൾക്കും അമ്മയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാവണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു.